ജ്ഞാനം തപസ്സ വിനയാനിതമേവ മാന്യം. ജ്ഞാനവും തപസ്സൊക്കെ ഉണ്ടായാൽ അതൊരു കാര്യം മനസ്സിലാക്കൂ. ഞാൻ എന്റെ ഭക്തിയൊഴിയാത്തുള്ളവേ, കാരണം എന്നെ തന്നെ ശരണം പ്രാപിക്കുന്നവരല്ലേ. ജഗതക്കാരണം പരം, ഞാനും ബ്രഹ്മാവും പരമശിവനും നിങ്ങൾ മൂന്നും ഒന്നാണ്. വേറെ വേറെയായിട്ട് കാണരുത്. ഒരേ ഈശ്വരൻ തന്നെയാണ് എല്ലാ ദേവതകളായിട്ടും മാറി നിൽക്കുന്നത്. ഇന്ദ്രനായിട്ടും വർമ്മനായിട്ടും ശിവനായിട്ടും വിഷ്ണുവായിട്ടും ഒക്കെ നിൽക്കുന്നതാരാ? ഒരേ പരബ്രഹ്മം തന്നെയാണ്. അത് മനസ്സിലാക്കുക വേണ്ടത്. ഒന്നും വേറെയാണെന്ന് കരുതണ്ടെന്ന് അർത്ഥം. ഇപ്പൊ ശിവനെ പൂജിച്ചാലും വിഷ്ണുവിനെ പൂജിക്കുകയാണെങ്കിലും അവസാനം എന്താ പൂർണ്ണ വിഷ്ണു അഞ്ജലിയിൽ പറയുക, ഇതപൂർവം പ്രാണബുദ്ധി ദേഹധർമാധികാരത അങ്ങനെ സങ്കല്പമൊക്കെ ചെല്ലിയിട്ട് അവസാനം പറയും തത് സർവം ബ്രഹ്മാർപ്പണം ഭവതു. എല്ലാ കർമ്മവും ഞാൻ ആർക്ക് സമർപ്പിക്കുന്നു? പരബ്രഹ്മത്തിനായി, പരമാത്മസ്വരൂപത്തിനായി സമർപ്പിക്കുന്നു. ഒരേ ഈശ്വരൻ തന്നെയാണ് നമ്മെ അനുഗ്രഹിക്കാൻ ശിവരൂപത്തിലും വിഷ്ണു രൂപത്തിലും ബ്രഹ്മാവിന്റെ രൂപത്തിലും വരുണന്റെ രൂപത്തിലും അതുപോലെ സുബ്രഹ്മണ്യന്റെ രൂപത്തിലും ഗണപതിയുടെ രൂപത്തിലും ഒക്കെ ആയിട്ട് മാറി നിൽക്കുന്നത്. ഒരിക്കലും ദേവതകളുടെ പേരില് ഇതാണ് ശരി, ഈ ദേവതയെ മാത്രമേ വിളിക്കാവൂ, മറ്റുള്ള ദേവതകളെ എന്താ ആവശ്യം എന്ന് പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു. ആവശ്യം പറയാതെ കൈകേക്ക് വേണ്ട സമയത്ത് ചോദിക്കാതെ തോന്നുന്നു. അവിടെയാണ് ദശരഥന് കുടുങ്ങിപ്പോയത്. ഒന്നാമത്തെ വരം കൊണ്ട് ഭരതനായിട്ട് അഭിഷേകം വേണം. രാമൻ നിശ്ചയിച്ച അഭിഷേകം ഭരതനാണ്. രണ്ടാമത്തെ അടുത്തത്